നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മണിക്കൂറുകൾക്കിടയിൽ 5 മലയാളികൾ മരിച്ചു. ഇതോടെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 187 ഉയരുകയുണ്ടായി. ആയതിനാൽ തന്നെ ഏറെ ഭീതിയോടെയാണ് പ്രവാസ ലോകം ഓരോ ദിനങ്ങളും തള്ളി നീക്കുന്നത്. പത്തനംതിട്ട നെല്ലിക്കാൽ സ്വദേശി നൈനാൻസി മാമൻ ബഹ്റൈനിലും, കൊയിലാണ്ടി അരിക്കുളം പാറക്കുളങ്ങര സ്വദേശി നിജിൻ അബ്ദുള്ള റിയാദിലും, മാവേലിക്കര മാങ്ങാക്കുഴി സ്വദേശി ദേവരാജൻ അജ്മാനിലും, തിരുവനന്തപുരം ആനേറ സ്വദേശി ശ്രീകുമാരൻ നായർ കുവൈറ്റിലുമാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം ഒമാനിൽ മരിച്ച കണ്ണൂർ പുളിങ്ങോം വയക്കർ സ്വദേശി ഷുഹൈബിന്റെ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. കോവിഡ് ഭീതി ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഉയർന്ന സാഹചര്യത്തിൽ നാട്ടിൽ എത്തിച്ചേരാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഓരോ പ്രവാസികളും ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. ഇത്തരത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന വന്ദേ ഭാരത് മിഷൻ ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള ഖ്യാതിയും നിലനിൽക്കുകയാണ്. ഇതേ തുടർന്ന് വിദേശ വിമാന കമ്പനികൾക്ക് കൂടി അനുമതി നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ ചാർട്ടർ വിമാനങ്ങൾ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നിരവധി സന്നദ്ധ സംഘടനകളാണ് പുതുതായി ചാർട്ടർ വിമാനങ്ങൾ പ്രഖ്യാപിച്ചത്. ജീവനക്കാരെ ഒഴിപ്പിക്കാൻ ചാർട്ടർ വിമാനങ്ങൾ ഏർപ്പെടുത്താൻ നിരവധി സ്ഥാപനങ്ങളും തീരുമാനിച്ചു. വന്ദേ ഭാരത് മിഷൻ മുഖേനയുള്ള വിമാന സർവീസുകൾ കുറച്ചുകൊണ്ട് ചാർട്ടർ വിമാനങ്ങളുടെ എണ്ണം ഉയർത്താനുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ട ആയിരങ്ങളാണ് കാത്തിരിപ്പ് തുടരുന്നത്. ദുരിതബാധിതരായ നൂറുകണക്കിന് ആളുകളാണ് നിത്യവും ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലും മറ്റും എത്തിച്ചേരുന്നത്. എന്നാൽ ആരും കോൺസുലേറ്റിലേക്ക് വരേണ്ടതില്ലെന്നും കൂടുതൽ ചാർട്ടർ വിമാനങ്ങളും മറ്റും വരുന്നതോടെ പ്രതിസന്ധി തീരുമെന്നുമാണ് ഇന്ത്യൻ കോൺസുൽ ജനറൽ നൽകുന്ന വിശദീകരണം. UAE-യിൽ നിന്നും സൗദിയിൽ നിന്നും KMCC ഏർപ്പെടുത്തിയ 2 വിമാനങ്ങൾ കൂടി നാട്ടിലേക്ക് തിരിക്കുകയുണ്ടായി. കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്താൻ ഗൾഫിലെ KMCC ഉൾപ്പെടെ നിരവധി സംഘടനകളും നീക്കത്തിലാണ്. ആദ്യഘട്ടത്തിൽ 5 വിമാനങ്ങൾ ഏർപ്പെടുത്താൻ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ തീരുമാനിച്ചു. മലബാർ ജ്വല്ലറി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും കൂടുതൽ വിമാനങ്ങൾ ഏർപ്പെടുത്തും. ജീവനക്കാരെ തൽക്കാലം നാട്ടിലേക്ക് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമായി വിവിധ കമ്പനികളും രംഗത്തുണ്ട്. അതേസമയം എംബസികളും കോൺസുലേറ്റുകളും രജിസ്റ്റർ ചെയ്ത മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുന്നവർക്ക് എന്ന് നാട്ടിലെത്താൻ സാധിക്കുമെന്ന അനിശ്ചിതത്വം തുടരുകയാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.